വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിട്ട ചലച്ചിത്ര ടെലിവിഷൻ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോബിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ജോബി ചേട്ടാ, നമസ്തേ. വാർത്താപ്പുലരിയിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. തീർച്ചയായും ജോബി ചേട്ടാ, ആദ്യം തന്നെ ഈ ചിരിയുടെ ആ ഒരു സീക്രട്ട് എന്താണ്? എപ്പോഴും ഏത് പ്രതിസന്ധിയിലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ജോബി ചേട്ടനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ചിരിക്കാൻ കഴിയുന്നു. അവർ സ്നേഹിക്കില്ല എന്ന് നമ്മൾ കരുതരുത്. എപ്പോഴും നമുക്ക് സ്നേഹമാണ്. ഒരു ചിരി കൊടുത്താൽ അതിൽ പരം മറ്റെന്ത് നമുക്ക് കൊടുക്കാനുള്ളത്? ഏറ്റവും പരമപ്രധാനമായ ഫസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്നേഹം ഈ നിറഞ്ഞ ചിരി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ എല്ലാം നന്മയിലാണ് എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് ചിരിക്കാം. ആ ചിരി ഒരു ഔഷധമാണല്ലോ. നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, മറ്റുള്ളവരെയും ശുദ്ധീകരിക്കാം. തീർച്ചയായും ചിരി ഏറ്റവും വലിയ ഒരു 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 സമ്പത്ത് തന്നെയാണ്. ചിരിക്കാൻ കഴിയുക ഏറ്റവും നല്ലൊരു പ്രയോഗം, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ പരസ്പരം ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കാക്ഷിക്കുന്നവർ അറിയാതെ ചിരിച്ചു പോകുന്നു. അത് തന്നെയാണ്. അതെ, തീർച്ചയായും ജോബി ചേട്ടാ, വളരെ പ്രത്യേകതയുള്ളത് ജോബി ചേട്ടൻ ഇന്ന് അതിഥിയായി വന്നതിൻ്റെ ഒരു കാരണം ചേട്ടൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നീണ്ട 24 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ പിന്നോട്ടുള്ള ആ യാത്ര, പിന്നിട്ട് പോയ യാത്രയെ കാണുന്നത്? അതോടൊപ്പം തന്നെ KSFയിലെ ആ ഒരു ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ഇരുപത്തിനാല് മണിക്കൂർ പോലെയാണ് എനിക്ക് 24 ദിവസത്തെ തോന്നുന്നത്. പെട്ടെന്ന് എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഫ്ലാഷ് ബാക്ക് പോലെ എന്നിലിങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. തീർച്ചയായും ഒരുപാട് പേരെ എനിക്ക് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാക്കാൻ KSFയിലൂടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ഒത്തിരി പേര്, അത് എനിക്ക് പരിചയമുള്ളവരാവട്ടെ, അല്ലാതെ ആദ്യമായിട്ട് ചിട്ടിയിൽ ചേരാൻ വരുന്നവരാവട്ടെ, അല്ലെങ്കിൽ ചിട്ടിയെപ്പറ്റി ഒരു ബന്ധവും ഇല്ലാത്തവർ, KSFയപ്പോൾ മറ്റൊരു ബന്ധവും ഇല്ലാത്തവരാവട്ടെ, നമ്മൾ അങ്ങോട്ട് ചെന്ന് സമീപിക്കുകയും അവരോട് പിന്നെ എന്താണെന്ന് ചിട്ടി ഒരു ഭദ്രത എന്താണെന്നും കരുതൽ എന്താണെന്നും പറഞ്ഞു കൊടുക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അത് ഇതുവരെയോളം ഈ 24 വർഷത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് നന്മകളുണ്ടായി. വിശേഷിച്ച് പിന്നെ അറിയപ്പെടുന്ന നടന്മാർക്കൊക്കെ എനിക്ക് ഇതുപോലെ ചിട്ടികൾ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എല്ലാം ഇങ്ങനെ വലിയൊരു ഫ്ലാഷ് ബാക്കായിട്ട് ഇറങ്ങി ഇന്ന് എനിക്ക് പൂർണ്ണതയോടുകൂടി ഇപ്പോൾ ഇവിടെ KSFയിൽ വർക്ക് ചെയ്തിരുന്നതിന് എല്ലാം മതിയാവോളം ഞാൻ ആസ്വദിച്ച് പടിയിറങ്ങുകയാണ്. ഈ പടിയിറക്കത്തിന് ശേഷം ഇനിയുള്ള പ്ലാൻ എന്തൊക്കെയാണ്? പ്ലാൻ പറയാം. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. നന്ദു ആണല്ലോ ചോദിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിലിപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച തന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എങ്കിലും ശബ്ദം കൊണ്ട് മനസ്സിലാക്കി. അതുതന്നെയാണ് ആ സ്നേഹം വീണ്ടും തുടരുക എന്നുള്ളതാണ്. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയിലാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ കല എൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാം. അത് തന്നെ
തുറന്നുകൊണ്ടും പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തീർച്ചയായും തന്നെ ജോബി ചേട്ടാ, ഈ ഔദ്യോഗികമായ ചില ശബ്ദമുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചെയ്യും. സിനിമയിലൊന്നും പെട്ടെന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ പലപ്പോഴും ചാൻസുകളൊക്കെ ചോദിക്കാൻ വളരെ മടി കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോബി ചേട്ടൻ എന്ന് അതെ. കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഒരുപക്ഷെ എൻ്റെ ഈ പൊക്കക്കുറവെന്ന് ആ, എനിക്ക് തോന്നുന്നില്ല, മറ്റുള്ളവർക്ക് തോന്നുന്നത് കഥാപാത്രങ്ങൾക്ക് ഒരു പ്രശ്നമാകുമോ എന്ന് അവർ ഭയന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാൻസുകൾ ചോദിക്കാൻ മടിക്കുന്നത്. ിലേക്കുള്ള ഒരു കടന്നുവരവ് ഏറെ നിർണായകമായത് ബാലചന്ദ്ര മേനോൻ സാറിന്റെ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ ആയിരുന്നു കടന്നുവരവ് എന്നുള്ളതായി. 1987 അല്ലെ, അച്ചുവിന്റെ വീട് എന്ന സിനിമ, അച്ചുവേട്ടന്റെ വീട് എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമ അതെ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ്. ശിവേട്ടൻ്റെ വീട്. അതെ, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ചേട്ടാ? അത് അതിനു മുമ്പുള്ള സംഭവങ്ങളിലേക്ക്, ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ കല തന്നെ എൻ്റെ പിന്നെ കലയായിരുന്നു എൻ്റെ കലാലയവും. അപ്പോൾ കലാലയത്തിൽ എൻ്റെ കോളേജിൽ എൻ്റെ ഞാനാക്കിയ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്ത് കലാമത്സരങ്ങൾക്ക്, ഉത്സവവേദികൾ ഞാൻ പങ്കെടുത്തുകൊണ്ട് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കലാപ്രതിഭയായി. 87 കലാപ്രതിഭയാകുന്നു. അപ്പോൾ അന്നത്തെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ എൻ്റെ വലിയ ഫോട്ടോയും ഒക്കെ ആയിട്ട് അത്തരം വാർത്തകളായിരുന്നു എല്ലാ പത്രങ്ങളിലും. അപ്പോൾ അതൊരു വലിയൊരു സെൻസേഷനായി. പിന്നെ ബാലചന്ദ്ര മേനോൻ സാറ് അദ്ദേഹം ഇത് കാണുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം ഇപ്പോഴത്തെ എൻ്റെ വലിയ ചങ്ങാതിയാണ്, ജ്യേഷ്ഠ സഹോദരൻ. അപ്പം അദ്ദേഹം എന്നെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി. അത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. നമ്മുടെ SMCയിൽ മേനോൻ സാർ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ചെയ്ത ഐറ്റമൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇതിനകത്തൊരു മുഴുനീള റോള് ഇപ്രാവശ്യത്തെ കലാപ്രതിഭയ്ക്ക് ഞാൻ തരികയാണ്. അത് വലിയൊരു ഒരു ആദരവ് പോലെ ഞാനത് ഏറ്റെടുക്കുകയും അങ്ങനെ അതിനകത്ത് അഭിനയിക്കുവാനുമുള്ള കഴിഞ്ഞു. അത് ആദ്യമായിട്ട് ഒരു കുളി സീനാണ്, കുളിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അപ്പുറത്തെ കടന്നിട്ട്, അപ്പുറത്ത് നെടുമുടി വേണു, അദ്ദേഹത്തിൻ്റെ കുടുംബം 2 പെൺമക്കളുള്ള ഒരു അച്ഛൻ്റെ വേദന അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ കിണറിൽ വന്ന് നമ്മൾ കുളിക്കുമ്പോൾ, ഈ ഹോസ്റ്റലിലെ പിള്ളേർ വന്ന് കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഞാൻ ചെന്ന് ഈ കിണറിൽ ഈ വെള്ളം കോരി എടുത്തൊഴിക്കുന്ന ആ ഒരു സീനാണ് ഞാൻ ആദ്യമായിട്ട്, ആ ഒരു ഷോട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ രംഗത്ത് വന്നു. തീർച്ചയായും ചേട്ടാ, ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയം എന്നുള്ളത് ഈ കോമഡിയൻ ആയിട്ടുള്ള അത്തരത്തിലുള്ള തമാശ രൂപേണയുള്ള കഥാപാത്രങ്ങളാണ് അനവധിയെങ്കിലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ അത് എങ്ങനെയായിരുന്നു? അതിലേക്കുള്ള ഒരു കടന്നുവരവ് ഈ അതുവരെ കിട്ടിയിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നല്ലോ. പ്രത്യേക ജൂറി പരാമർശം അടക്കം, സംസ്ഥാന അവാർഡ് അടക്കം ലഭിച്ച ആ ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു വരവ്, അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു വലിയൊരു പിന്നെ ഇഷ്ടത്തോട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സിനിമ എന്നിലേക്ക് വന്ന് ചേരുമെന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കൽ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് അരുൺ എന്ന് പറയുന്ന അരുൺ സാഗര. അദ്ദേഹം ഒരിക്കൽ ഞാനുമായിട്ട് സംസാരിക്കുകയും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ അന്തം വിട്ടു. കാരണം അതുവരെ ഹാസ്യം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇത്തരം സീരിയസ് രംഗം എങ്ങനെയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ കളിയാക്കുകയാണ്. അപ്പം പറഞ്ഞു, ഇല്ല, നമുക്ക് ചെയ്യാം. അങ്ങനെ ആണത് സംഭവിക്കുന്നത്. അങ്ങനെ നല്ലൊരു പ്രൊഡ്യൂസറേയും കിട്ടി. നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല. കാരണം ഇത്രയും കാശ് ചിലവാക്കി ഈ ഒരു സിനിമ എടുത്തു. അതിൽ നടന്മാർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം കൂട്ടിയിണക്കി ആ കഥാപാത്രം എന്ന് പറയുന്നത് ബാലൻ, ദരിദ്രതയ്ക്കും താഴെ ഉള്ളൊരു കക്ഷി.
ഒരു കുടുംബത്തെ പോറ്റി വളർത്തുന്നതും അതിൽ വരുന്ന ദാരുണമായ സംഭവങ്ങളും, അപ്പം അത്രയും വേദന കടിച്ചിറക്കി കൊണ്ട് പോകുന്ന, അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും അഭിനയിക്കേണ്ടി വന്നില്ല. നമ്മുടെ ജീവിതം പകർത്തിയാൽ മതി, ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവം കൂടി ആയപ്പോൾ അതെല്ലാം കൂടി ഒത്തുചേർന്ന് അത് നന്നായി. ചേട്ടാ, ഈ മണാങ്കട്ടയും കരിയിലയിലെയും അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഇത്തരത്തിൽ തന്നെ തേടി വരും എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്തയൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇല്ല ഇല്ല, പക്ഷെ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹിക്കാൻ അതിരുകളില്ലല്ലോ, അതിരുകളില്ലാതെ നമുക്ക് എന്തും ആഗ്രഹിക്കാമല്ലോ. നമ്മുടെ സ്വപ്നം അങ്ങ് തുറന്ന് കിടക്കുകയാണ്, അപ്പം നമുക്ക് എന്തും ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹം നടക്കണം എന്നില്ല. പക്ഷെ നടക്കണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസമാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ എന്തും സാധ്യമാകും എന്നുള്ളതിന് തെളിവായി ഞാനിത് കരുതുന്നു, കാണുന്നു. തീർച്ചയായും ചേട്ടാ. സ്കൂൾ കാലം മുതൽ, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ആ കാലത്തൊക്കെ അന്നു മുതൽ തന്നെ ഈ കലയോടുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അതൊക്കെ തന്നെയാണ് തൻ്റെ കലാജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായതും ആ സ്കൂൾ കോളേജ് കാലത്തെ അപ്പോഴുള്ള ആ ഒരു അഭിരുചി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? ആ പഠനകാലത്തും ഈ കലയിലും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മികച്ച. അത് ആ ഒരു കാലഘട്ടത്തേക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സ്റ്റേജ് ഷോകളും അതോടൊപ്പം തന്നെ ഈ കലാപ്രതിഭയായ ഒരു അവസരമൊക്കെ ഉണ്ടല്ലോ. കുട്ടിക്കാലത്തെ കല എന്നിൽ വന്നു ചേർന്നത് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കളികൾ കളിക്കുമല്ലോ. 1-ാം ക്ലാസ്സിലാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കളികളിൽ ഏർപ്പെടും. അന്നൊക്കെ ഇന്നത്തെ രീതിയിലുള്ള കളികളല്ല. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക, അല്ലെങ്കിൽ കള്ളനും പോലീസും കളിക്കുക, അത്തരം കളികൾ ഓർമ്മയുണ്ടല്ലോ. ഓരോ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറിയിട്ട് സാറ്റുകളി മുതൽ ഉള്ള കളികൾ, അതായത് ഇപ്പോൾ കള്ളനും പോലീസും കളിക്കുകയാണെങ്കിൽ ഒരാൾ കള്ളൻ്റെ വേഷമിടും. അപ്പോൾ അയാൾ കള്ളനായിട്ട് അഭിനയിക്കുകയാണ്. മറ്റേ പോലീസാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാവിലെ തൊപ്പിയൊക്കെ ഇട്ട് തൊപ്പിയുണ്ടാക്കി, പ്ലാവിലെ ബെൽറ്റൊക്കെ കിട്ടി, ഇങ്ങനെയുള്ളൊരു ബെൽറ്റൊക്കെ ഉണ്ടാക്കി, പിന്നെ മരിച്ചിരി തണ്ട് ഒരു ലാത്തിയായിട്ട് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഈ കളിക്കും. ഈ കളിയാണ് പിന്നെ എന്നിൽ കലാകാരനായിട്ട് വന്നത്. അത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ തന്നെ നല്ല കലാകാരന്മാർ, ഭംഗിയായിട്ട് പാടാനും ഒക്കെയുള്ള ഒത്തിരി കലാകാരന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസുണ്ട്, കലയുടെ ഒരു ബേസുണ്ട്. പിന്നെ അറിയപ്പെടുന്നവർ ആയിരിക്കണമെന്നില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു കല നിറഞ്ഞു നിൽപ്പുണ്ട്. അത് നമ്മൾ പ്രകടിപ്പിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയും, ഇത്തരം കളികൾ അപ്പം നമുക്ക് തന്നെ ഉണ്ടല്ലോ, അത് കലയായിട്ട് എന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ. പിന്നെ ഒരു സ്പിരിറ്റുണ്ട്, ഒരാൾ പിന്നെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കൂട്ടുകാരുടെ ഒരു വലിയൊരു കൂട്ടമുണ്ട്. അവരെല്ലാവരും കൂടി പ്രോത്സാഹനം. ഈ പ്രോത്സാഹനം വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് പ്രകടിപ്പിക്കുന്നതിനും ഈ പ്രോത്സാഹനം. ഇപ്പോൾ നിങ്ങൾ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എന്നെ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ട്, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊരു വലിയ കാര്യമല്ലേ? ഈ ഒരു പ്രോത്സാഹനമാണ് നമ്മളെ പലരെയും പലതിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ കലാകാരന്മാരായ ആൾക്കാരുണ്ട്, പക്ഷേ പ്രോത്സാഹനം വേണ്ടത്ര കിട്ടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലൊക്കെ. ഒത്തിരി കലാകാരന്മാർ അറിയപ്പെടാതെ പോകുന്ന, കാരണം അവരെ കൊണ്ടുവരാൻ ആരുമില്ല, അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ചാനലുകൾ കൊണ്ട് ഒരുപാട് പേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ളൊരു ഒരു വേദി അങ്ങനെ കിട്ടുന്നു. അതുവഴി നമ്മളിപ്പോൾ ഓരോ കലാകാരന്മാരെയും അറിയപ്പെടുന്നു. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കൊണ്ടുവരാൻ ഒരു വേദിയില്ല എങ്കിലും നമ്മൾ അത് പിടിച്ചു പറ്റുന്നതിൻ്റെ ഒരു സംഭവമായിരിക്കാം. കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുക. നമുക്ക് ദൈവം ഒരു അവസരം തരും, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ചാൻസുകൾ. യെസ്, തീർച്ചയായും ജോബി ചേട്ടാ. മറ്റൊരു കാര്യമുള്ളത്, കൂട്ടുകാരെ പറ്റി വളരെയധികം വാചാലനാകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയായ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മുടെ റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തോടൊപ്പം LLBക്ക് ഒരുമിച്ച് പഠിച്ച ഒരാളാണ് ജോബി ചേട്ടൻ എന്നുള്ളത് കേട്ടിട്ടുണ്ട്.
അതെ, ഞങ്ങൾ ടൂറ് പോയ കാലങ്ങളും അതൊക്കെ ഞാനിങ്ങനെ അതെല്ലാം വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. തിരിഞ്ഞ് ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങളെല്ലാവരും പഴയ സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് അന്ന് പഠിച്ചവരെല്ലാവരുമായിട്ടും പല സെക്ഷനാണല്ലോ. എനിക്ക് പഠിച്ചിരുന്ന ഒരു കൂട്ടുകാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാർ, ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു സംഘം, അങ്ങനെ വലിയ ഒരു കൂട്ടുകാരുടെ ഒരു വലിയ സംഘമുണ്ട് നമ്മുടെ പിന്നെ ഈ സ്ഥലങ്ങളിലുള്ള കേരളത്തിൽ തന്നെ. കേരളത്തിൽ നിന്നുള്ളതല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും. ജോബി ചേട്ടാ, ഇവിടെ പറഞ്ഞു വന്നത് ഞാൻ അടുത്ത് ചോദിക്കാനായിരുന്ന കുടുംബത്തെക്കുറിച്ചാണ്. ഏതൊരു കലാകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നെടുന്തൂണാവുക കുടുംബം തന്നെയാണ്. കുടുംബത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബത്തിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്നത് എൻ്റെ പപ്പയായിരുന്നു. പപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നെ ഒരു തണല് പോലെ എന്നോടൊപ്പം വരികയും എനിക്ക് ഏറ്റവും കൂടുതൽ തണലേകിയത് ഞാനിങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്നെ എവിടെയെങ്കിലും ഒരിടത്ത് എത്തിക്കണം ഒരു ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നേക്കാളേറെ എൻ്റെ കൂട്ടുകാരെ സ്നേഹിച്ചു, എന്നെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കെല്ലാത്തിനും ആയിട്ടുള്ളൊരു വളം ഒരുക്കി തന്നു എന്നുള്ളത് അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ എല്ലാ രീതിയിലും എനിക്ക് തികഞ്ഞ സപ്പോർട്ട് തരുന്നു. സൂസൻ എന്നാണ് പേര്. പിന്നെ എൻ്റെ മൂത്ത മകൻ സിദ്ധാർത്ഥ്, രണ്ടാമത്തെ മകൻ ശ്രേയസ്. ഞങ്ങളാണ് ഒരു കുടുംബം. ഞങ്ങൾ ഈ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്തിടെ നിങ്ങളൊരു ചാനലിൽ ഞങ്ങൾ പിന്നെ ഒരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. ദമ്പതികളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവളുടെ ഒരു കലയോ അല്ലെങ്കിൽ അവൾ ഇത്രയും ഒരു ധൈര്യമായിട്ട് ഒന്നൊന്നും എനിക്കറിയില്ല, വെറും അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സൂസൻ അരങ്ങത്തേക്ക് വന്നപ്പോൾ വളരെ എന്നേക്കാൾ വളരെ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയും അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിൻ്റെ വിന്നറാകാനും കഴിഞ്ഞു. അതൊക്കെ ഞാൻ വളരെ അതിശയത്തോട് നോക്കുകയാണ്. പിന്നെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ആ ഒരു ഇമ്പം മാറുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അത്തരം പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിനെ കരുതലോടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുന്നത്. ആ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ചേട്ടൻ നേരത്തെ പറഞ്ഞു. അതായത് ഈ പല ഇൻ്റർവ്യൂകളും ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതിൽ ഈ ഭാര്യ ഈ പ്രസ്തുത ചാനലിലെ റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് തന്നെ അപ്പോഴാണ് ഭാര്യ ആദ്യമായി സൂസൻ ചേച്ചി ഈ പൊതുസമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ അടുക്കളയിൽ കഴിഞ്ഞ ചേണ്ട കാര്യങ്ങൾ മാത്രം നോക്കി പോയിരുന്ന ഒരു സഹധർമ്മിണി അവർക്ക് ഇത്രത്തോളം കഴിവുണ്ട് എന്ന് ഒരുപക്ഷെ തിരിച്ചറിയുന്നത് പോലും ആ റിയാലിറ്റി ഷോയിലൂടെ ആയിരിക്കണം, അല്ലേ ജോബി ചേട്ടാ? അതെ, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചറിയുന്നത് പോലും അപ്പോഴാണ്. അത് വലിയൊരു റിയാലിറ്റി ആയിരുന്നു. യെസ്, തീർച്ചയായും ചേട്ടാ നിരവധി സ്റ്റേജ് ഷോകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ മിമിക്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന കാലത്തും ആ തുടക്കമൊക്കെ നിരവധി വിദേശ രാജ്യങ്ങളിലടക്കം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴെങ്കിലും ഈ വേറിട്ട ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ കാഴ്ചകൾ കാണുക, അതൊരു വലിയ കാര്യമല്ലേ. അത് മാത്രമല്ല, അവിടുത്തുകാരുമായിട്ട് ബന്ധപ്പെടുക, പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാണുക. ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന അവർക്ക് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം പോലെ തന്നെ അവിടെ നടക്കുന്നതും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതിലുപരി അവിടുത്തെ സ്ഥലങ്ങൾ നമ്മൾ വളരെ കൗതുകത്തോടെ കാണാനുണ്ടാകുന്ന ഒരു ഭാഗ്യമുണ്ടല്ലോ, അത് ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കൂടുതലും
ഈ പിന്നെ സിറ്റികളെല്ലാം ഏതാണ്ട് ഒന്നുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന, കാരണം ഇപ്പോൾ അങ്ങോട്ട് ഏത് രാജ്യവും നമുക്ക് നേരിട്ട് കാണാമെന്നുള്ള, നേരിട്ട് കാണാം, ചാനലിലൂടെയും ഒക്കെ കാണാം എന്നുള്ളതുകൊണ്ട്, ടി വിയിലൂടെ കാണാം. പണ്ടങ്ങനെയല്ലായിരുന്നു. ഞാൻ പോയ സമയത്തൊക്കെ വലിയൊരു അതിശയം പോലെ എല്ലാം ഞങ്ങൾ നോക്കിക്കാണുകയാണ്, ഇത്തരമൊരു കാഴ്ചകൾ, സിറ്റിയുടെ ഇത്തരം ബഹളങ്ങൾ ഒക്കെ. പക്ഷേ ഇതിനപ്പുറം കുറച്ചുകൂടെ സഞ്ചരിച്ചാൽ നാട്ടിൻപുറങ്ങൾ, അവിടുത്തെ നാട്ടിൻപുറങ്ങൾ, അവരുടേതായ കൾച്ചർ, അത് നമ്മുടെ ഇവിടുത്തെ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ നാട്ടിൻപുറങ്ങൾ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നുള്ളത് ഓരോ ഞാൻ പിന്നെ വയനാട് പോയിരുന്നു. ഓരോ മലയ്ക്കുമൊക്കെ ഓരോ കൾച്ചറാണ്, ഓരോ സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് അവിടെയുള്ള അത്തരം പ്രദേശങ്ങൾ. അതുകൂടി പക്ഷേ അത് എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ദുഃഖവുമുണ്ട്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ബഹളത്തിനിടയിലാണല്ലോ. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം, അവരെ ചിരിപ്പിക്കുക, അവരെയും സന്തോഷിപ്പിക്കുക, ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും, USA എല്ലാ സ്റ്റേറ്റിലും നമുക്ക്, അതായത് ഓരോന്നും ഓരോ രാജ്യത്തും പോകാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ് മൊത്തമായിട്ട്, ഇംഗ്ലണ്ട്, ജർമ്മനി, ലണ്ടൻ തുടങ്ങിയ ഒത്തിരി സ്ഥലങ്ങൾ, പിന്നെ USA തന്നെ സിംഗപ്പൂർ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും, അവിടുത്തെ ആഹാര രീതികൾ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ആഹാരങ്ങളായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഓരോരുത്തരുടെയും സംസ്കാരം പല രീതിയിലായതുകൊണ്ട് ആ സംസ്കാരമെല്ലാം നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചേട്ടാ, ഈ ഒരു കാലത്ത് ദൂരദർശനിൽ ഒഴിച്ചു നിർത്താനാകാത്ത ഒരു ഘടകം തന്നെയായിരുന്നു ചേട്ടൻ. അന്നൊക്കെ നിരവധി ഈ ഹാസ്യ സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദൂരദർശൻ കാലത്തെ ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ദൂരദർശൻ തുടങ്ങിയ കാലത്ത്, അതായത് ആദ്യത്തെ സീരിയലിൽ തന്നെ എനിക്ക് അഭിനയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ്, അത് നാടകമായിരുന്നു. ആ നാടകത്തിൽ ദൂരദർശൻ്റെ തുടക്കം ആ നാടകത്തിൽ തന്നെ എനിക്ക് പിന്നെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് ആ നാടകത്തിലേക്ക് വേണ്ടി ആദ്യമായിട്ട് 58 പേരെന്തോ വേണം, വലിയ നീണ്ട നാടകം, അതായത് പരമ്പരകളായിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ആൾക്കാരെ തപ്പുന്നു, ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നു. തോമസ് സാർ അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്ത അത്രയും കുറച്ച് വ്യക്തികളിൽ എനിക്കും കൂടെ കയറാൻ പറ്റി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ അപ്പോൾ തന്നെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം, അല്ലെങ്കിൽ ദൂരദർശൻ എപ്പോഴും കലാപരിപാടികൾ വേണമല്ലോ. ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ചെന്ന് പ്രോഗ്രാമൊക്കെ ഒത്തിരി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായത് പമ്പരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. പകിട പമ്പരം, ടോം ജേക്കബ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് എന്നവർക്കുണ്ട്. അതിനകത്ത് ഏറ്റവും ഹിറ്റായ ഒരു കോമഡി ഷോ ആയിരുന്നു, സറ്റയർ ഷോ. അതിലും പിന്നെ വരുന്ന ഒട്ടുമിക്കവാറും സീരിയലുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു ചാനലുകൾ ആയിട്ട് ആദ്യമായിട്ടൊരു തുടക്കം, മറ്റുള്ളവരേക്ക് കൂടുതൽ അറിയപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ. അത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൂരദർശൻ മാത്രമാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണും. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും അറിയപ്പെടാനും കഴിയുന്നുണ്ട്. പക്ഷേ അന്ന് എന്നെ അറിയപ്പെടാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വല്ലപ്പോഴുമായിരിക്കും ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് തിരിച്ചറിയുകയും ഇത്രയും, അതൊരു വലിയ എനിക്ക് അതിശയമാണ് എങ്ങനെ ഇത്രയും പേര് എന്നെ തിരിച്ചറിയുന്നു എന്നുള്ളത്. കാരണം വല്ലപ്പോഴുമേ പ്രോഗ്രാം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും എന്നെ ആൾക്കാർ വളരെ ഇഷ്ടത്തോടു കൂടി തിരിച്ചറിയുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതെ, തീർച്ചയായും ചേട്ടാ. ഇനി എന്തായാലും സമയമുണ്ടല്ലോ, ഔദ്യോഗിക ജീവിതങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ഇനി കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. താങ്കളുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ളതിന് അത്തരത്തിൽ ഇനി സമയമുണ്ട് എന്നുള്ളതാണ് ചോദിച്ചേട്ടാ.
അതെ, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്. അല്ലേ? അതെ, അതോടൊപ്പം തന്നെ ഈ മറ്റൊരു ഈ നടൻ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കലാപരമായ കഴിവുകളുണ്ട് എന്നതിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു പ്രധാന ഘടകം ജോബി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്നുള്ളതാണ്. വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഈ ഞാൻ മുമ്പ് ഒരു ഇത് കണ്ടതാണ്, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഭിന്നശേഷിക്കാരുടെ ഒരു ആ, ആ, അവരുടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട താങ്കളുടെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടിരുന്നു. അന്നൊക്കെ ഇത്തരത്തിൽ ഈ സാമൂഹ്യ വിഷയങ്ങളിലടക്കം ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഉള്ളത്? അതോടൊപ്പം തന്നെ ചേട്ടൻ ആ ഒരു അതെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ഔദ്യോഗിക ജീവിതങ്ങൾക്കിടയിൽ? ഭിന്നശേഷി ജീവനക്കാർ, അല്ലെങ്കിൽ ഭിന്നശേഷി ജീവനക്കാർ അല്ല, ഭിന്നശേഷി ആൾക്കാർ മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെല്ലാവരും തന്നെ ഒരു പുറമ്പോക്ക് പോലെ കഴിയുന്ന അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഞാനൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് വന്നതുപോലെ ഫൈറ്റ് ചെയ്ത് വരാൻ പിന്നെ അങ്ങനെ കൊണ്ടുവരാൻ ആരെങ്കിലും കാണില്ല. അപ്പോൾ നമ്മൾ അത് കൈപിടിച്ച് കയറ്റുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ കഴിയുകയാണല്ലോ, പ്രസിഡൻ്റായിരുന്നു. അന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടത്തിയ, കാരണം ഞങ്ങൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, പക്ഷേ ആ നിയമങ്ങളൊന്നും പ്രാവർത്തികമാകാതെ വരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. എന്താണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്ന് പറയുന്ന ആക്റ്റിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, പക്ഷെ അതൊന്നും കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരണം. അതിൽ ഭിന്നശേഷിക്കാരായ ഒത്തിരി ആൾക്കാർ, കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെ ആയിപ്പോയത്, അത് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ആ സംഭവത്തിൽ നിന്നും കരകയറാൻ പൊതുസമൂഹം അവരോട് ഒരു കാരുണ്യം കാണിക്കണം, ആ കാരുണ്യത്തിന് തയ്യാറാവണം. അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് വരണം. അതിനായിട്ട് എന്നാലാവുന്നത്, അണ്ണറാക്കണ്ണനും തന്നാലായെന്ന് പറയുന്നല്ലോ, ഞാനും അതിനകത്തൊരു വ്യക്തിം അല്ലെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഞാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. തീർച്ചയായും ജോബി ചേട്ടാ, മറ്റൊരു പ്രസക്തമായിട്ടുള്ളത് ഈ ഇത്തരത്തിൽ നിരവധി കലാപരമായ കഴിവുള്ളവരാണെങ്കിൽ പോലും തൻ്റേതായ കുറവുകൾ പരിമിതികൾ ഉള്ളതുകൊണ്ട് ചില പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം പല ആളുകളിലും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാരായിക്കോട്ടെ, ഇത്തരത്തിൽ ചില കുറവുകൾ എന്ന് സമൂഹം കാണുന്ന അത്തരത്തിലുള്ള കുറവുകളുള്ള മനുഷ്യർ അവർക്കുണ്ടാകുന്ന കലാപരമായ കഴിവുകൾ പുറത്ത് കാണിക്കാതെ സ്വയം ഉൾവലിയുന്ന ഒരു സ്വഭാവമുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹം തന്നെ വലിയ രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ മോഡേൺ ആണ്, വലിയ തരത്തിൽ അത് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പലയിടങ്ങളിലും അത്തരത്തിലുള്ള വേർതിരിവും പാർശ്വവൽക്കരിക്കലും ഒക്കെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ എന്നുള്ളതാണ്? തീർച്ചയായിട്ടും അതൊരു സത്യമാണ്. അത് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ മാറാനായിട്ടുണ്ടായൊരു സാഹചര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് കിട്ടേണ്ട സംവരണം, അല്ലെങ്കിൽ അതിനൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. കാരണം അവരെ കൊടുത്ത് മുന്നോട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഒരേ ഒരു പാരലായിട്ട് പോകാൻ തക്കവണ്ണം അവരെ ഉയർത്തേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണ്. ആ ബാധ്യതയെ ബോധവൽക്കരിക്കപ്പെടുക ഒരു പക്ഷേ ഒരു തരത്തിൽ എന്നെപ്പോലുള്ളവർ ചെയ്യുന്നത്. പിന്നെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റാൻ, ആ സ്വപ്നങ്ങളിൽ എത്രത്തോളം നിറവേറുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാം നിറവേറണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ചേട്ടാ, ഞാൻ അവസാനമായി സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഈ സ്വപ്നങ്ങൾ അതെന്തൊക്കെയാണ്, ഈ ഭാവി പരിപാടികൾ, അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കലയിൽ കാര്യമായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ കലയിൽ കാര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എൻ്റേതായ ഒരു ഇതുണ്ട്. അത് മാത്രമല്ല, എൻ്റെ മകന് ഓട്ടിസമാണ്. അപ്പോൾ അവൻ്റെ പോലെ ഓട്ടിസം ഒരു അവസ്ഥയാണ്. അത് പിന്നെ അതുമായിട്ട് ഒത്തൊരുമയായിട്ട് ഇഴുകി ജീവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവൂ. അപ്പം അതുപോലെ വൃദ്ധ ജനങ്ങൾ, അതുപോലുള്ള ഇങ്ങനെ
ജീവിതത്തിൻ്റെ ഉടനീളം പ്രയാസം അനുഭവിക്കുന്നവരെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് അവരെ പരസ്പരം ഇഴുകിച്ചേർത്ത് പരസ്പരം സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ സംഭവങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ജീവിതം, നമുക്ക് കിട്ടുന്ന അല്പമായ ഈ ആയുസ് വളരെ സ്നേഹമായിട്ട് എല്ലാവരെയും അതിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബാലപാഠം പോലും അറിയില്ലാത്തവർ ആൾക്കാരുണ്ട്. അവരെ കൂടെ നമ്മളിലേക്ക് ഒത്തുചേർപ്പിക്കണം എന്നൊരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്. തീർച്ചയായും ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇത്തരത്തിലുള്ള പ്ലാനുകളും ഒക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചേട്ടനോട് ചോദിക്കാൻ, എങ്കിലും സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇടപെടുന്നു. വളരെ നന്ദി ഇന്ന് ഞങ്ങളുടെ ഈ വാർത്താപ്പുലരി ധന്യമാക്കിയത്. ഒരുപാട് സന്തോഷം.